ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ എന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിലേക്ക് രണ്ട് ഉത്തരം വരും അല്ലേ? ഒന്ന് ടോവിനോയ് ചായനും മറ്റൊന്ന് ഉണ്ണി മുകുന്ദനും. ഇമ്മളിന്ന് കാണാൻ പോയത് മാർക്കോ ആണ് കേട്ടോ. ഹേറ്റേഴ്സ് ഒരുപാടുള്ള നടനാണല്ലേ ഉണ്ണി മുകുന്ദൻ. എന്നാലേ ഹേറ്റേഴ്സ് സ്റ്റെപ്പ് ബാക്ക്, പടം കയറി അങ്ങ് കൊളുത്തിയിട്ടുണ്ട്. പടം നിറച്ച് വയലൻസ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങണ്ട കേട്ടോ. RDX പോലുള്ള സിനിമകളിൽ ഫാമിലിയെ ബാധിക്കുന്ന രംഗങ്ങളിൽ വയലൻസ് കയറി കത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ജോണറിലാണ് മാർക്കോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് മേക്കേഴ്സ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെസ്, മാർക്കോ ഇസ് ദ ആർട്ട് ഓഫ് വയലൻസ്. നിവിൻ പോളി ഹീറോ ആയ മിഖായേൽ എന്ന സിനിമയുടെ ഒരു സ്പിൻ ഓഫ് ആണ് മാർക്കോ. ഇറ്റ്സ് റിയലി എ മാച്ചോ. സ്റ്റൈലിഷ് ആയി വയലൻസ് കാണിച്ചെങ്കിലും വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല എന്ന് ചിന്തോസ്കി പറയും. കൂടുതൽ പറഞ്ഞ കഥയിലേക്ക് കയറിപ്പോവും. അതുകൊണ്ട് എന്താണ് ഈ ആർട്ട് ഓഫ് വയലൻസ് എന്നത് നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോളൂ. ദ ഗ്രേറ്റ് ഫാദർ, എബ്രഹാമിന്റെ സന്തതികൾ എന്ന സിനിമയൊക്കെ ചെയ്ത ഹനീഫ് അദേനി എന്ന സംവിധായകന്റെ സ്റ്റൈലിഷ് മേക്കിംഗ് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. ഉണ്ണി മുകുന്ദൻ ഷോയാണ് ഈ പടം. ഡയലോഗ് ഡെലിവറി ഒക്കെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. മൂപ്പരങ്ങ് പൂണ്ട് വിളയാടി എന്ന് തന്നെ പറയാം. ജഗദീഷ് ഒരു വെറൈറ്റി സാധനം പിടിച്ചിട്ടുണ്ട്. സിദ്ദിഖിന്റെ ജോർജ് ലാസ്റ്റിലേക്ക് ചെയ്ത ഫൈറ്റ് ഒക്കെ ബ്രില്യന്റ് ആയി തോന്നി. എന്തായാലും 30 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ പടത്തിന് ഇതിന്റെ ക്രിയേറ്റേഴ്സ് അത്ര വലിയ ഹൈപ്പ് ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ മാർക്കോ ഫാൻസിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഓരോ ന്യൂസും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു. എസ്പെഷ്യലി മ്യൂസിക് റിലീസിൽ ഒരേ സോങ്ങിന്റെ ഡെബ്സി ആൻഡ് സന്തോഷ് വെങ്കി വേർഷൻ ഇറങ്ങിയതൊക്കെ വലിയ ചർച്ചയായിരുന്നു. ആ ഒരു ഹൈപ്പിനോട് 100% നീതി പുലർത്താൻ ഈ സിനിമയ്ക്കായിട്ടുണ്ട്. പടം തുടങ്ങി ഒരു 3/4 മണിക്കൂർ വരെ വയലൻസ് ഒന്നും ഇല്ലായിരുന്നു. വയലൻസ് വരുന്നില്ലേ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പടം സ്ലോലി കയറി അങ്ങ് കൊടുത്തു. പടത്തിന്റെ അവസാനം കബീർ സിംഗ് വന്ന് ചെയ്തു പോകുന്ന പരിപാടിയൊക്കെ പടത്തിന് നല്ല ഹെവി ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. രവി ബാസുവിന്റെ മ്യൂസിക് ആൻഡ് BGM ഒക്കെ നല്ല പെർഫെക്റ്റ് ബ്ലെൻഡ് ആയിരുന്നു. നടിമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആസ് ഐ സെഡ് ഏർലിയർ, ഇറ്റ്സ് എ മാച്ചോ മസ്കുലർ മൂവി. അഭിമന്യു ഷമി തിലകൻ, ഈ പേരൊന്ന് നോട്ട് ചെയ്തോളൂ. ദർ ഇസ് മോർ ടു കം ഫ്രം ഹിം. ബ്ലൈൻഡ് ആയി വിക്ടറായി ഇഷാൻ ഷൗക്കത്ത് കസരി. ആൻസൺ പോൾ ആസ് യൂഷ്വൽ ഹാഡ് എ സ്റ്റൈലിഷ് റോൾ. അജിത് കോശി, അങ്ങനെ വലിയൊരു ക്രൂ ഈ പടത്തിന് പിന്നിലുണ്ട്. ഹേറ്റേഴ്സ് എന്തായാലും ഡീഗ്രേഡിങ് തുടങ്ങി. കാരണം എന്തായാലും ചിന്തോസ്കി നമ്മുടെ അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. ഗർഭിണികളും കുഞ്ഞു പിള്ളേരും ഒന്നും ഈ പടം കാണാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ചിന്തോസ്കി സൈനിങ് ഓഫ്.